ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് സമീപം പരിശോധന ശക്തമാക്കി പോലീസ്. ജില്ലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം മയക്കുമരുന്നുകളുടെ ലഭ്യത തടയുക എന്നതുമാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ക്യാമ്പസ് ബീറ്റ്സ് ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശാനുസരണമാണ് വിദ്യാലയങ്ങൾക്ക് സമീപം പോലീസിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂളുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ച് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രശ്നപരിഹാരങ്ങൾക്ക് ആവശ്യമായ പോലീസ് സഹായം ഉറപ്പുവരുത്തും. എല്ലാ സ്കൂളുകൾക്കും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഇടയ്ക്ക് സ്കൂളുകൾ വിസിറ്റ് ചെയ്യുന്നതാണ്. സ്കൂളിൻ്റെ പരിസരങ്ങളിൽ മറ്റ് ലഹരി വസ്തുക്കളൊക്കെ വിൽപ്പനയാണെങ്കിൽ കർശനമായിട്ടത് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. സുരക്ഷിതമായിട്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ വന്ന് തിരിച്ച് വീട്ടിലെത്തുന്നതിന് വരെ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി.കെ. IPS അവരുടെ നേതൃത്വത്തിൽ ഈ വർഷം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജില്ലയിൽ സ്കൂളുകളിൽ നിലവിലുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി വിദ്യാലയങ്ങളിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക, സ്കൂൾ പരിസരങ്ങളിൽ മയക്കുമരുന്നുകളുടെ ലഭ്യത ഒഴിവാക്കുക, സ്കൂൾ പരിസരങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉറപ്പുവരുത്തുക എന്നിവയാണ് ക്യാമ്പസ് ബീറ്റ്സിന്റെ ലക്ഷ്യം. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായോ ശ്രദ്ധയിൽപ്പെട്ടാൽ മറച്ചുവെക്കാതെ ഇക്കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാം. കുട്ടികൾക്ക് കൗൺസിലിംഗുകൾ നൽകുന്നതിനും ആവശ്യമെങ്കിൽ തുടർ ചികിത്സയ്ക്കുള്ള നടപടികളും സ്വീകരിക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.